സ്വന്തം സ്കൂളിനു വേണ്ടി ഒരു ആധുനിക സുരക്ഷാ സംവിധാനം നിർമ്മിക്കുക. അധ്യാപകരോ രക്ഷിതാക്കളോ മറ്റു മുതിർന്നവരോ ഒന്നുമല്ല, വിദ്യാർത്ഥികളാണ്. അതെ, സ്കൂളിലെ വിദ്യാർത്ഥികൾ. കോട്ടയം ജില്ലയിലെ പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്വന്തം സ്കൂളിനു വേണ്ടി ഒരു അടിപൊളി സംവിധാനം നിർമ്മിച്ചത്. സ്കൂളിലേക്ക് എത്തുന്ന സമയത്തും തിരികെ ഇറങ്ങുന്ന സമയത്തും രക്ഷിതാക്കളുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് എത്തും. കൂടാതെ രാത്രി സ്കൂൾ വളപ്പിൽ ആരെങ്കിലും അനധികൃതമായി കടന്നാൽ ഉടൻ സ്കൂൾ അധികൃതരുടെ ഫോണിലേക്ക് മെസ്സേജ് എത്തും. ക്രിസ്മസ് അവധിക്കാലത്ത് വിദ്യാർത്ഥികൾ കേരള ടിങ്കറിംഗ് ലാബിൻ്റെ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി 10ലേറെ കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയത്. രാത്രി സ്കൂൾ വളപ്പിൽ ആരെങ്കിലും അനധികൃതമായി കടന്നാൽ ഉടൻ തന്നെ സ്കൂൾ അധികൃതരുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് എത്തുന്ന ഓട്ടോമാറ്റിക് സംവിധാനം ഇനി മുതൽ സ്കൂളിന് കൂടുതൽ സുരക്ഷയൊരുക്കും. കുട്ടികളുടെ വിരൽ ചേർത്ത് പഞ്ച് ചെയ്താണ് കുട്ടികൾ സ്കൂളിൽ എത്തുന്ന സമയവും തിരികെ ഇറങ്ങുന്ന സമയവും രക്ഷിതാക്കളുടെ ഫോണിലേക്ക് സന്ദേശമായി എത്തിക്കുന്ന ഡിജിറ്റൽ പഞ്ചിങ് സംവിധാനം പ്രവർത്തിക്കുന്നത്. 8, 9, 10 ക്ലാസ്സുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 15 കുട്ടികളാണ് റോബോ ടെക് ഫെസ്റ്റിൽ മിനി റോബോട്ട് ഉൾപ്പെടെ വിവിധ ഉപകരണങ്ങൾ നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപയുടെ ടിങ്കറിംഗ് ലാബിന്റെ സാങ്കേതിക സഹായമാണ് കുട്ടികളുടെ ശാസ്ത്ര ഗവേഷണത്തിന് പ്രയോജനകരമായത്. സൗണ്ട് ട്രാക്കിംഗ്, ബ്ലൂടൂത്ത് കൺട്രോൾ, സോയിൽ മോയ്സ്ചർ ഐഡന്റിഫയർ, ഒബ്സ്റ്റക്കിൾ അവോയ്ഡിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മിനി റോബോട്ടുകളാണ് കുട്ടികളുടെ കണ്ടെത്തലുകളിലെ പ്രധാന ഇനങ്ങൾ. ഇലക്ട്രിക് ബൈക്ക്, മോട്ടോർ ഘടിപ്പിച്ച സൈക്കിൾ എന്നിവയുടെ നിർമ്മാണവും തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ UPS, ഇൻവേർട്ടർ, പവർ ബാങ്ക് എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. ടിങ്കറിംഗ് ലാബിൽ സാങ്കേതിക സഹായം നൽകുന്ന ടീമിനെ കൂടാതെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇവർക്ക് ആവശ്യമായ സാങ്കേതിക ഉപദേശം നൽകി. സ്കൂളിലെ അധ്യാപകരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്കൂൾ പഠനകാലത്ത് മുതിർന്നവരെക്കാൾ വലിയ കണ്ടുപിടുത്തങ്ങളാണ് മോഡേൺ ടെക്നോളജിയുടെ സഹായത്തോടെ കുട്ടികൾ സാധ്യമാക്കുന്നത്. IIT, NIT, ഐസർ അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് ലോകത്തിന് തന്നെ അഭിമാനമാവുന്ന ശാസ്ത്രജ്ഞരാവാൻ കുട്ടികളെ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നും നാം മനസ്സിലാക്കണം. താങ്ക് യു.